ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് കുറച്ച് റീൽസ് ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. മനസ്സെല്ലാം ഇങ്ങ കണക്കില്ലടാ. സത്യം പറഞ്ഞ ഉർവശിക്കും കൽപ്പനയ്ക്കും ഒന്നും അല്ല അവാർഡ് കൊടുക്കേണ്ടത്, ഇതിനാണ് കൊടുക്കേണ്ടത്, ജാസ്മിന്. ഇവളുടെ ഈ അഭിനയം കണ്ട് മമ്മൂട്ടി വരെ നേരിട്ട് വന്ന് അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ജാസ്മിന്റെ മാത്രം വീഡിയോ കണ്ട ഗബ്രിക്ക് വിഷമമാകത്തില്ലേ? അതുകൊണ്ട് നമുക്കിനി ഗബ്രിയുടെ കണ്ടാലോ. ജാസ്മിൻ ഒരുപാട് കരയും കാര്യങ്ങളും പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത് ഞാൻ വിട്ടുപോയതാ. സത്യം പറഞ്ഞാൽ മറന്നുപോയതാ. ആ സമയത്ത് എല്ലാവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വന്നിട്ട് പെട്ടെന്ന് പേര് ബാക്കി എല്ലാവരും പേരൊന്നും പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. ഒരാളുടെ പേര് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി എല്ലാവരും പേര് പറഞ്ഞു. അതിനിടയ്ക്ക് വിട്ടുപോയതാ. ബാക്കി ബിഗ് ബോസ് കോൺസ്റ്റൻസിനെ കുറിച്ച് എൻ്റെ അടുത്തടുത്ത് ലാലറ്റിന്റെ മുമ്പ് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്നൊക്കെ ജാസ്മിനെ അങ്ങ് മറന്നുപോയി. അല്ല, നീ ഇങ്ങനൊന്നും അല്ലായിരുന്നു മുമ്പേ പറഞ്ഞ്. ജാസ്മിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്റെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. അത് ജാസ്മിന്റെ മനസ്സിലും ആ ക്ലാരിറ്റി ഉണ്ട്. സത്യം പറഞ്ഞ ഇപ്പൊ ആരുടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്? നമുക്ക് ബാക്കി ഇവിടെ കാണാം. ഉള്ളവരെ അറിയിക്കാൻ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് ബേസിക്കലി അവിടെ തുടക്കത്തെ ആഴ്ച മുതൽ തന്നെ ഞങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എത്താൻ ഏറ്റവും വലിയ കാരണക്കാർ ആ വീടിന്റെ അകത്തുള്ളവർ തന്നെയായിരുന്നു. അവർ പറഞ്ഞിരുന്ന വിമർശനങ്ങളും അവരതിനെ വളച്ചൊടിച്ച രീതിയിലുമാണ് നമ്മൾ അത്രയും ഹേർട്ടായി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് നിന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരും മനസ്സിൽ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. എത്രത്തോളം ഇഷ്ടമാണ്, എന്താണ് ഞങ്ങൾക്ക് ഉള്ളതെന്ന് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഞങ്ങൾക്ക്. അത് ഷോ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്കും ഞങ്ങൾ അവിടെ ഇരുന്ന് അവരോട് പറയുന്നില്ലെങ്കിലും ഞങ്ങൾ പരസ്പരം സംസാരിച്ച് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്കും അത് വ്യക്തമായിട്ട് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ആ ക്ലാരിറ്റി ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, കാരണം അത് വളരെ ക്ലിയർ ആണ്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ വളച്ചൊടിച്ച് ഉണ്ടാക്കിയതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എല്ലാവരും രണ്ടുപേരോടും ഉണ്ടാക്കിയതല്ലേ. എന്നാലും രണ്ടുപേർക്കൊരു ഗുണമുണ്ട്. ഏഷ്യനെറ്റ് ഇവരുടെ ഈ സീനെല്ലാം കൂടെ വെച്ചിട്ട് സിനിമ ഉണ്ടാക്കാൻ പോവാ. ബിഗ് ബോസിൽ കപ്പടിക്കാനല്ല ഞാൻ വന്ന, 100 ദിവസം ജസ്റ്റ് ഒന്ന് ഗെയിമൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നിൽക്കണമെന്ന് വ്യാജേന പറയുന്ന ഒരാളുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് തന്നെ ബിഗ് ബോസ് സീസൺ 6 ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷകളില്ലാതെ വന്ന ഒരാളാണ്. ഞാൻ കപ്പ് എടുക്കണമെന്നോ അല്ലെങ്കിൽ അവസാനത്തെ വിജയത്തിൻ്റെ ആ ഒരു പരിപാടിയൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ. എനിക്ക് 100 ദിവസം ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കണമെന്നായിരുന്നു ആഗ്രഹം. ബിഗ് ബോസിൽ കപ്പടിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ജസ്റ്റ് 100 ദിവസം ഗെയിമൊക്കെ ഒന്ന് കളിച്ചാൽ മതിയെന്ന്. 100 ദിവസം തന്നെ എന്നാ മതി കപ്പടിച്ച്. എന്നിട്ട് ഈ പൊട്ട ഇത് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കുറേ വരുന്നുണ്ട്. ബൈ.